ബിഗ് ബോസ് സീസൺ 8-ൻ്റെ അഗ്നിപരീക്ഷയിൽ നിന്നും പുറത്താക്കപ്പെടുന്ന 4 കണ്ടസ്റ്റൻറ്റുകളെ തിരഞ്ഞെടുക്കുകയാണ്. രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഓഡിഷൻസൊക്കെ കഴിഞ്ഞ് ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുന്നത്. എലിമിനേഷൻ റൗണ്ടിലേക്ക് 10 പേരാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിൽ നിന്ന് 4 പേരാണ് ഇന്ന് പോകുന്നത്. റിയ സലീം പറയുന്നുണ്ട്, ഇതിൽ 4 പേര് പോകുന്നെങ്കിലും ആരൊക്കെ സേഫ് ആണെന്നുള്ളത് ആദ്യം നമുക്ക് പറയാം. എപ്പോൾ ഒരു ഇൻജസ്റ്റിസ് ഉണ്ടായാലും അത് ചോദ്യം ചെയ്യുന്ന ഒരാളെ സേവ് ചെയ്യാനായിട്ട് ഞാൻ ആലോചിക്കുകയാണ്. റിയാസ് ശ്യാമിനെയാണ് സേവ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി അഖിൽ മാരാർ പറയുന്നുണ്ട്, ഇതുപോലുള്ള എലിമിനേഷൻസൊക്കെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും, അതിനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാളെ സേവ് ചെയ്യാൻ പോവുകയാണ്. ഞാനായിട്ട് സേവ് ചെയ്യുന്നതല്ല, അയാളുടെ മികച്ച പ്രകടനത്തിലൂടെ അയാൾ സേവ് ആവാനായിട്ട് മാറുകയാണ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അഖിൽ മാരാർ സ്റ്റിനിയെയാണ് സേവ് ചെയ്തത്. അടുത്തതായി രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്, ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ആദ്യത്തെ എലിമിനേഷനാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ തോറ്റതൊരു കാരണമാണ്, ഈ മെമ്പേഴ്സ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നത് ഒരു കാരണമാണ്. പക്ഷേ മറ്റു ടീമുകളിൽ നിങ്ങളെക്കാട്ടി വീക്കായിട്ടുള്ള ആളുകൾ ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, ഈ ലിസ്റ്റിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഞങ്ങളൊരാളെ അൺഫോർച്ചുനേറ്റ്ലി തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് രഞ്ജിനി ഹരിദാസ് ബിജുവിനെയാണ് എവിക്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ വിഷമത്തോടെയാണ് ബിജു സംസാരിച്ചു തുടങ്ങിയത്. ബിജു പറയുന്നുണ്ട്, എനിക്ക് 2 മിടുക്കി പെൺകുട്ടികളാണ്, അവരാണ് അപ്പയെ ഈ ബിഗ് ബോസിലേക്ക് അയക്കാൻ വേണ്ടി എല്ലാം ഫോമുകളൊക്കെ ഫില്ല് ചെയ്തത്, എല്ലാ കാര്യങ്ങളും ചെയ്തത്. എനിക്ക് ഇംഗ്ലീഷൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, എൻ്റെ മകളാണ് എനിക്ക് വേണ്ടി എല്ലാ അപേക്ഷയും തയ്യാറാക്കിയത്. അവരുടെ അപ്പ ബിഗ് ബോസിൽ കയറി കാണുന്നത് അവർ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, ടീച്ചറോടൊക്കെ പറഞ്ഞു വെച്ചിരുന്നതാണ്. എൻ്റെ വൈഫും 10ാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതിനും ഇംഗ്ലീഷ് അത്ര നന്നായിട്ട് അറിയത്തില്ല. അവർ വളരെ നല്ലതാണ്, എൻ്റെ അമ്മയെക്കാളിലും വളരെ നല്ല ഒരു സ്ത്രീയാണ് എൻ്റെ ഭാര്യയെന്ന് ബിജു പറയുന്നുണ്ട്. എനിക്ക് വളരെ നല്ലൊരു കുടുംബമുണ്ട്, അതിനുവേണ്ടി അവൾ ഒരുപാട് ദൈവത്തിനൊരു സൗകര്യം പോലും കൊടുത്തിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇതറിഞ്ഞു കഴിയുമ്പം ആദ്യം അവളോടെ ബോധം കെട്ട് വീഴുമെന്നാണ് ബിജു പറയുന്നത്. വളരെ സങ്കടമുണ്ടെന്നും ബിജു പറയുന്നുണ്ട്. ആദ്യമായി അഗ്നിപരീക്ഷയിൽ നിന്ന് എലിമിനേറ്റായ ബിജുവിൻ്റെ സ്റ്റോറി എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടുണ്ട്. എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഭയങ്കര വിഷമത്തോടെയായിരുന്നു, ജഡ്ജസും അതുപോലെ തന്നെ. അഗ്നിപരീക്ഷയെ പറ്റിയുള്ള തുടർന്നുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.